ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഫ്രിൻഷാസ് വേൾഡ്. ഞാൻ തുത്തുക്കുട്ടിയുമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴി ഇതാ വടംവലിയുടെ മത്സരം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ നമ്മളവിടെ നിർത്തിയൊന്നുമില്ല, കാരണം നിറച്ച ആൾക്കാരായിരുന്നു. വീട്ടിലിങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു തോന്നലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് പാർക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ പാർക്കലിന് നമുക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഒന്ന് അവളെ പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിതാ അവിടെ എത്തി. ഇതാണ് വീട് കേസ്. നമ്മളെ കണ്ട വഴിക്ക് കക്ഷി ഓടിയതിനകത്തേക്കാ കണ്ടത്. അവളാകെ സർപ്രൈസ് ആയിപ്പോയി, കാരണം നമ്മൾ പറഞ്ഞിരുന്നില്ല. നമ്മൾക്ക് ലൊക്കേഷൻ കിട്ടിയെന്ന് വെച്ചാൽ നമ്മളുടെ വേറൊരു ഫ്രണ്ട് പാർക്കിലിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് ആ ടൈമിൽ അവിടെ നിന്ന് ലൊക്കേഷൻ അയച്ചിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ലൊക്കേഷൻ കിട്ടിയത്. അത് കാരണം എവിടെ പിന്നെ അതുമല്ല ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് നമ്മൾ അവിടെ തന്നെ എത്തിച്ചിട്ടാണ് നമ്മളുടെ ഗൂഗിൾ ആൻറ്റി. ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്ന ഗ്യാപ്പിൽ നമ്മളുടെ തുത്തൂസ് ഇതാ വീഡിയോ ഒക്കെ എടുത്തു. വീഡിയോ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. കബോർഡൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. നല്ല കളർ കോമ്പിനേഷനായിരുന്നു കബോർഡ്. പിന്നെ ഇവർക്ക് ആകെ ഒരു മോനുള്ളൂ, അവൻ +1 പഠിക്കുകയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ തന്നെ ജോലി ചെയ്യാണ്, ഷോപ്പാണ് കേട്ടോ. ഇപ്പോൾ താഴെ 2 ബെഡ്റൂമാണ് ഉള്ളത്. പിന്നെ മുകളിലേക്ക് ജസ്റ്റ് ഒരു ഹോൾ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ബെഡ്റൂം പണിയാനുള്ള സ്പേസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പതുക്കെ ആവശ്യമുണ്ടെങ്കിൽ പണിയാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, എനിക്കിഷ്ടമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഉള്ളതൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. നല്ല നമുക്ക് കുറച്ച് ആൾക്കാർ വന്നാലും അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ കിച്ചണായാലും ഇത് വർക്കിംഗ് കിച്ചണാണ്. പിന്നെ മറ്റേത് നല്ലൊരു അടിപൊളി ഒരു സിമ്പിളായിട്ടുള്ള നല്ലൊരു കിച്ചൺ, കുറേ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു കിച്ചൺ അങ്ങനെ. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വേറൊരു ഫ്രണ്ടിനെയും കൂടെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു, നീ വായു ഞങ്ങൾ അങ്ങോട്ട് പോകുക എന്നുള്ളത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അവരെയും കൂടെ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ അത് ശരിക്കും അറിഞ്ഞൂടാ കേട്ടോ, എൻ്റെ ഫ്രണ്ടിനെ അറിഞ്ഞൂടാ അവരും കൂടെ വരും എന്നുള്ളത് ഞാൻ പറഞ്ഞൊന്നുമില്ല. അതും ഞാൻ സർപ്രൈസ് ആയിട്ട് തന്നെ വെച്ച്. അപ്പോൾ ഇതാണ് മുകളിൽ ഇങ്ങനെയാണ് ജസ്റ്റ് കണ്ട ഒരു ഹോള് ഉണ്ട്. നല്ലൊരു ഹോളാണ് കേട്ടോ. അത്യാവശ്യം ഫ്രണ്ട്സ്, അതായത് പാമ്പിള്ളേരൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂട്ടുകാരൊക്കെ ആയിട്ട് ഒന്ന് കൂടാനൊക്കെ ഉള്ളത്. ഇത് ബാൽക്കണിയാണ് പുറത്ത്. അത് ഞാൻ ഓപ്പൺ ആക്കിയൊന്നുമില്ല. പിന്നെ അതെ നമ്മളുടെ ടീംസ് എത്തി. എൻ്റെ ഫ്രണ്ടും അവളുടെ മോളുമാണ് വന്നത്. അപ്പോൾ അതേ ഞാൻ പറയാത്തതിൻ്റെ കലിപ്പാണ് കേട്ടോ ഇപ്പോൾ ഇവൾക്ക്. ഇപ്പോൾ അതായത് നമുക്ക് ജ്യൂസൊക്കെ അടിച്ച് തന്നു. അത് കഴിഞ്ഞിതാ അപ്പോൾക്കും അവൾ ഹസ്ബൻഡിനെ വിളിച്ചൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പെറോട്ടയും ബീഫ് കറിയും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വേണ്ടാന്ന് കുറേ പറഞ്ഞു, എന്നാലും പിന്നെ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ ഇതാ അവൾ അടിപൊളി ചായയും ഉണ്ടാക്കി തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു ഞങ്ങളെല്ലാവരും. അപ്പോൾ സമയം നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി പോയത് 5 മണിക്കാണ്. അപ്പോൾ 7:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങാൻ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഷെയർക്ക് വീട് കാണണമെന്ന് പറഞ്ഞത് ഒന്നുകൂടി ഞങ്ങൾ മുകളിലേക്കൊക്കെ പോകുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചാടി ഇറങ്ങി ഗൈസ്. അപ്പോഴാണ് നല്ല ഇരുട്ടായിട്ടുണ്ട്. ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ, കാരണം ഈ നേരത്തൊന്നും നമ്മളങ്ങനെ പോകാറില്ല. അതുകൊണ്ട് അങ്ങനെ പോണ വഴി നമ്മളെ വടംവലി നടക്കണോടത്ത് ജസ്റ്റ് ഒന്ന് നിർത്തിങ്ങേറ്റൊന്നൊരു വീഡിയോ എടുത്ത്, പക്ഷെ ഒന്നും കിട്ടിയില്ല ഗൈസ്. അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്നും പോകുകയാണ് ഗൈസ്. രാത്രി ആയതുകൊണ്ട് ഡ്രൈവിങ് നല്ല ബുദ്ധിമുട്ടാണ്, കാരണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ ബ്രൈറ്റ് ലൈറ്റൊക്കെ കണ്ണിൽ കടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് പിന്നെയും ഉണ്ടായിരുന്നു നമ്മൾ പോണ വഴി. കൈകൊട്ടിക്കളിയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ നിർത്തിയില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ട്. അപ്പോൾ പക്ഷേ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നല്ലോണം ലൈറ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോരുമ്പോൾ അല്ലുക്കുട്ടി നമ്മളോട് കെവിൻസിന് ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ഉറപ്പുമ്മലാണ് ഞങ്ങളെ പറഞ്ഞയച്ചതല്ലോ. അപ്പോൾ അത് നമ്മളുടെ അടുത്തുള്ള കടയിൽ നിന്ന് അത് വാങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഗൈസ്. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നിട്ടാ, കുറച്ച് തള്ള വൈബ് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞോ നിങ്ങൾ. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും നല്ല ചെറുപ്പക്കാർ തന്നെയാണ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ, സീ യു.